ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, ഞാൻ ബിനോയ്. എല്ലാവർക്കും ബിനോയ്സ് തോട്ടിലേക്ക് സ്വാഗതം. ഇന്നൊരു സ്മോൾ ക്യാപ് കമ്പനി ഉണ്ട്, നല്ല റിസൾട്ട് കൊടുത്ത കമ്പനിയാണ്. അത് പറയുന്നതിന് മുന്നേ ഞാൻ IFCയെ റെക്കമെൻഡ് ചെയ്തിരുന്നു. ഞാൻ പറഞ്ഞു നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് ലിസ്റ്റ് ആവുന്നു ആ സ്റ്റോക്ക് നല്ല റിട്ടേൺ കൊടുക്കുമെന്ന് പറഞ്ഞു. സോ 94 വരെ ലെവലിൽ പോയിട്ടുണ്ട്. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് അത് എത്രത്തോളം അപ്സൈഡ് പോകത്തോളം പോയിക്കോട്ടെ, പക്ഷെ എന്നാണ് റിവേഴ്സ് കാണിക്കുന്നത് ആ സമയത്ത് അത് കൊടുത്ത് ഒഴിവാക്കണം. കാരണം അതിനായിട്ട് ഫണ്ടമെന്റ്സ് ഒന്നുമില്ല. അത് പിടിച്ച് ചെയ്തിട്ട് കുറേ കഴിഞ്ഞ് വീണ്ടും 40 രൂപയിൽ എത്തി പറഞ്ഞിട്ട് കാര്യമില്ല. ഈ ഫണ്ട് അങ്ങനെ അവർ ഉപകരിക്കുന്നതൊക്കെ നോക്കിയ ശേഷം മാത്രം എൻട്രി എടുത്താൽ മതി. ഇപ്പോൾ ഒരു പ്യൂർ സ്പെക്കുലേഷൻ ആണ്. ഇനി വേണമെങ്കിൽ സ്പെക്കുലേഷൻ ചെയ്യണമെങ്കിൽ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചും LICക്കും ഒക്കെ അതിൽ സ്റ്റേക്ക് ഉണ്ട്. IFCനെ പിടിച്ച് നിൽക്കുന്ന ആവശ്യമില്ല. അപ്പോൾ എന്ന് റിട്ടേൺ കാണിക്കുന്നോ അന്ന് ആ ഷെയർ കൊടുത്ത് ഒഴിവാക്കാം. ഓക്കെ, ജസ്റ്റ് റിമൈൻഡ് ചെയ്യാൻ വേണ്ടി പറഞ്ഞതാണ്. സോ ഇന്ന് ഞാൻ പറഞ്ഞ സ്റ്റോക്ക് റിഫക്സ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് എന്ന സ്റ്റോക്കാണ്. നല്ല സൂപ്പർ റിസൾട്ടാണ് കൊടുത്തത്. അതിൻ്റെ ബേസിലാണ് ഞാൻ ഈ സ്റ്റോക്കിനെ നോക്കുന്നത്. ഇത് മെമ്പേഴ്സിന് ഞാൻ അത് സ്വിംഗ് ബേസിലേക്ക് 312 പറഞ്ഞ സ്റ്റോക്കാണ്. 342 രൂപ വരെ ഇന്നലെ പോയി 10% കിട്ടി. പക്ഷേ സ്റ്റഡി ചെയ്ത് നോക്കുമ്പോൾ കുറച്ചും കൂടെ നല്ല ലോങ് ടേമിലേക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റിയ സ്റ്റോക്ക് ആയതുകൊണ്ടാണ് റിഫക്സ് ഇൻഡസ്ട്രീസ് ഞാൻ പറയുന്നത്. സോ റിഫക്സ് ഇൻഡസ്ട്രീസ് എന്താണെന്ന് നോക്കാം. വൺ ഓഫ് ദ ലാർജസ്റ്റ് ഓർഗനൈസ്ഡ് പ്ലെയർ, ആഷും കോളും ഹാൻഡിൽ ചെയ്യുന്ന ബിസിനസ്സിലെ ഒരു ഓർഗനൈസ്ഡ് പ്ലെയർ ആണ് റിഫക്സ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ്. 40 മേലെ തെർമൽ പവർ പ്ലാന്റിന് 14+ സ്റ്റേറ്റിലേക്ക് സർവീസ് കൊടുക്കുന്ന കമ്പനിയാണ്. 70,000+ ടൺ ആഷ് ഡെയിലി അത് ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. ഇതിന് പുറമെ 1500 കോടി ഓർഡർ ബുക്ക് ഈ ഒരു സ്പെഷ്യൽ സെക്ഷനിൽ ഉണ്ടാകും. പക്ഷെ ആക്ച്വലി റിഫക്സ് ഇൻഡസ്ട്രീസിന് കമ്പനീൻ്റെ മെയിൻ ബിസിനസ് എന്ന് പറയുകയാണെങ്കിൽ റെഫ്രിജറന്റ് ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ബിസിനസ്സാണ്. HFC എന്ന് പറഞ്ഞാൽ ഹൈഡ്രോ ഫ്ലോറോ കാർബൺ റെഫ്രിജറന്റ് ഗ്യാസ്. എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള റെഫ്രിജറന്റ് ഗ്യാസ് ആണ് ഇത്. എയർ കണ്ടീഷണറിൽ, റെഫ്രിജറേറ്റർ, ഫ്രീസറിൽ ഒക്കെ ഉപയോഗിക്കുന്ന ഹീറ്റിനെ ഒരു സ്ഥലത്ത് നിന്ന് അബ്സോർബ് ചെയ്തിട്ട് മറ്റൊരു സ്ഥലത്ത് റിലീസ് ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് റെഫ്രിജറന്റ് ഗ്യാസ് എന്ന് പറയുന്നത്. ഇത് ഈ എല്ലാ സെക്ടറിലും ഉപയോഗിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ വലിയ വലിയ ക്ലയൻസ് ഇവർക്ക് ഇതിലുണ്ട്. വോൾട്ടാസുമായുള്ള വലിയ വലിയ കമ്പനീസൊക്കെ ഈ റിഫക്സിൻ്റെ ക്ലയൻസ് ആണ്. ഈ ആഷ് ആൻഡ് കോൾ ഹാൻഡ്ലിംഗ് ബിസിനസ്സിൽ അവർക്ക് മെയിനായിട്ട് NTPC, ദാമോദർ വാലി കോർപ്പറേഷൻ, അദാനി പോർട്സ് എന്ന വലിയ വലിയ കമ്പനീസ് അവരെ ക്ലയൻസ് ആണ്. വിൻഡ് പവറിൻ്റെ EPC സർവീസ് ഇവർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. സോ ഇതിൻ്റെ ഫസ്റ്റ് മെയിൻ ബിസിനസ് റെഫ്രിജറന്റ് ഗ്യാസ് ആണെങ്കിൽ അവർ ഡൈവേഴ്സിഫൈ ചെയ്തിട്ട് ഇവർ ഈ ആഷ് ആൻഡ് കോൾ ഹാൻഡ്ലിംഗ് ബിസിനസ്സിലേക്കും അതുപോലെ തന്നെ വിൻഡ് പവറിന് വേണ്ടിയുള്ള EPC സർവീസ് കൊടുക്കുന്ന ബിസിനസ്സിലേക്ക് കടന്നിട്ടുണ്ട്. അതിന് പുറമെ ഗ്രീൻ മൊബിലിറ്റി എന്ന് പറഞ്ഞ ഒരു ബിസിനസ്, അതായത് റിഫക്സ് ഗ്രീൻ മൊബിലിറ്റി എന്ന് പറഞ്ഞ ഒരു സബ്സിഡറി കമ്പനിയോടാണ് ഇത് ചെയ്യുന്നത്. ഒന്നുമില്ല, മൊബിലിറ്റി സർവീസസ് വലിയ വലിയ കമ്പനിക്ക് ചെയ്തു കൊടുക്കാം. അവരെ സ്റ്റാഫിനെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റു സ്ഥലത്ത് കൊണ്ടുപോകാനോ അല്ലെങ്കിൽ അവരെ ഗുഡ്സ്, ഒരു വലിയ കമ്പനി ഗുഡ്സ് ഒരു സ്ഥലത്ത് മറ്റു സ്ഥലത്ത് കൊണ്ടുപോകാനോ ഒക്കെ EV മൊബിലിറ്റി ഉപയോഗിക്കും. EV വെഹിക്കിൾസ് ഉപയോഗിച്ചിട്ടാണ് ഈ സർവീസ് കൊടുക്കുന്നത്. ഡൽഹി, മുംബൈ, ചെന്നൈ ഇവിടെയൊക്കെ വളരെ സാന്നിധ്യമുണ്ട്. ഇവരിത് ഫർദർ സ്റ്റേറ്റ്സിലേക്ക് കൂടെ ഡെവലപ്പ് ചെയ്യാൻ പോകുന്നുണ്ട്. നല്ല ബിസിനസ്, സക്സസ്ഫുൾ ആയ ബിസിനസ്സാണ്. വിപ്രോ, JP മോർഗൻ, ആമസോൺ, നെസ്ലെ മാതിരി വലിയ വലിയ കമ്പനീസൊക്കെ വരെ ക്ലയൻസ് ആണ്. സോ മെയിൻലി ഞാൻ പറഞ്ഞു ഈ ഒരു കമ്പനിയെ ഞാൻ നോട്ട് ചെയ്യാൻ കാരണം അവരെ റിസൾട്ട് തന്നെയാണ്. മാർച്ച് ക്വാർട്ടർ റിസൾട്ട് ഇപ്പോൾ കമ്പയർഡ് ടു March 2025 സൂപ്പർ റിസൾട്ടാണ് കമ്പനി കാഴ്ചവെച്ചത്. സെയിൽസ് 627 കോടിയുള്ളത് 934 കോടിയെ കൂടി. നെറ്റ് പ്രോഫിറ്റ് 47 കോടിയുള്ള മാർച്ച് 2025 47 കോടിയുള്ളത് 94 ക്രോസായി കൂടി. നെറ്റ് പ്രോഫിറ്റ് മാർജിനും കൂടിയിട്ടുണ്ട്. ഇപ്പോൾ സെയിൽസ് കൂടിയിട്ടുണ്ട്, റവന്യൂ കൂടിയിട്ടുണ്ട്, നെറ്റ് പ്രോഫിറ്റ് കൂടിയിട്ടുണ്ട്, നെറ്റ് മാർജിനും കൂടിയിട്ടുണ്ട്. സൂപ്പറാണ് റിസൾട്ട് റിഫക്സ് ഇൻഡസ്ട്രീസിൻ്റെ. സോ അതിൻ്റെ പ്രസന്റ് പ്രൈസ് 336 ആണ്. സോ ഒരു 6 മാസത്തിനുള്ളിൽ ഒരു 450 വരെ പോകാനുള്ള സാധ്യത റിഫക്സ് ഇൻഡസ്ട്രീസിന് ഉണ്ട്. ഇത് ഓൾറെഡി ഞാൻ പറഞ്ഞു. വെള്ളിയാഴ്ചയൊക്കെ ഒരു 6-7% പ്ലസ് ആയിരുന്നു. 300 രൂപയെന്നാണ് മെമ്പേഴ്സ് പറഞ്ഞു കൊടുത്തത്. പക്ഷേ എന്നാലും അതിന് ചിലപ്പോൾ ഒരു കൺസോൾട്ടേഷൻ കഴിഞ്ഞാൽ 320 റുപ്പീസൊക്കെ വന്നിട്ട് വേണമെങ്കിൽ തിരിച്ചു കയറാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പൈസ 25% ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യുക. താഴോട്ട് ഒരു 320 വന്നാൽ അടുത്ത 25% ഇൻവെസ്റ്റ് ചെയ്യുക. പിന്നെ 310 വന്നാൽ വീണ്ടും ഇൻവെസ്റ്റ് ചെയ്ത് ഹോൾഡ് ചെയ്താൽ ഒരു 450 ലെവലിലേക്ക് വിതിൻ 6 മന്ത്സ് പോകാനുള്ള സാധ്യതയുള്ള സ്റ്റോക്കാണ് റിഫക്സ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ്. അതിൻ്റെ ഇയർ ഹൈ 476 ആണ്. ലൈഫ് ടൈം ഹൈ 600 റുപ്പീസാണ്. ഇയർ ലോ 188. ഇൻഡസ്ട്രിയൽ PE 44ഉം റിഫക്സ് ഇൻഡസ്ട്രിയൽ PE വെറും 19.1 ഉള്ളൂ. സോ വളരെ ചീപ്പിലാണ് സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത്. EPS 14.82 ഉണ്ട്. ബുക്ക് വാല്യൂ 110 ഉണ്ട്. ഇൻട്രൻസിക് വാല്യൂ 194 ഉണ്ട്.
പിന്നെ ഓൾമോസ്റ്റ് ഡെപ്റ്റ് ഫ്രീ കമ്പനി 1.15 ഉള്ളൂ ഡെപ്റ്റ് ടു ഇക്വിറ്റി റേഷ്യോ. ഷെയർ ക്യാപിറ്റൽ വെറും 27 കോടിയേ ഉള്ളൂ. സോ അതിൻ്റെ ഒരു മൂവ്മെൻറ്റ് വന്നാൽ നന്നായി കയറിപ്പോകാൻ സാധ്യതയുണ്ട്. റിസ്ക് താഴോട്ട് വരുമ്പോഴും റിസ്ക് ഉണ്ട്, പക്ഷേ ഫണ്ടമെന്റ്സ് ഉണ്ടാവും, തിരിച്ചു കയറും. 1476 കോടി റിസർവ് ഉള്ള കമ്പനിയാണ്. റിട്ടേൺ ഓൺ ഇക്വിറ്റിയും റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയ്ഡ് സൂപ്പറാണ്. സാധാരണ കേസിൽ റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയ്ഡ് പറയുകയാണെങ്കിൽ കമ്പനി ഇൻഫ്യൂസ് ചെയ്യുന്ന ക്യാപിറ്റൽ എത്രത്തോളം റിട്ടേൺ കമ്പനി കിട്ടാൻ സാധിച്ചു, അതുപോലെ തന്നെ ഇക്വിറ്റിയുടെ മേലെ എത്രത്തോളം റിട്ടേൺ കൊടുക്കാൻ കമ്പനി സാധിച്ചു, വളരെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് നല്ല രീതിയിലാണെങ്കിൽ 10 മേലെ ആണെങ്കിൽ നല്ലതാണെന്ന് പറയും. കാരണം അവരുടെ ബിസിനസ് വളരുന്നുണ്ട്, മാനേജ്മെൻറ്റ് സൂപ്പറാണെന്നാണ് അതിൻ്റെ അർത്ഥം. റിട്ടേൺ ഓൺ ഇക്വിറ്റി 18ഉം റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയ്ഡ് 22.4ഉം ഉണ്ട് റിഫ്ലക്സ് ഇൻഡസ്ട്രീസിന്. മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ വെറും 4620 കോടിയേ ഉള്ളൂ. ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ നോക്കുകയാണെങ്കിൽ പ്രൊമോട്ടേഴ്സ് 55.85% സ്റ്റേക്ക് ഹോൾഡ് ചെയ്യുന്നത് വെരി സൂപ്പറാണ്. അത് ഫെഫയേഴ്സ് 1.37 1.658 റേറ്റ്സ് അവർ സ്റ്റേക്ക് കൂട്ടിയിട്ടുണ്ട്. DIS 0.13 0.148 കൂട്ടിയിട്ടുണ്ട്. അതേഴ്സ് 9.4 9.598 കൂട്ടിയിട്ടുണ്ട്. അതേസമയം നമ്മൾ റീറ്റെയിലേഴ്സിന് കയ്യിലുള്ളത് 33.17 ഉള്ളത് 32.71 കുറഞ്ഞിട്ടും ഉണ്ട്. സോൾട്ടൊക്കെ നല്ലതാണ്. 2 നെഗറ്റീവ്സ് ആണ് ഈ കമ്പനിക്ക് ഇപ്പോൾ ഞാൻ കാണേണ്ടത്. ഒന്ന് ക്യാഷ് ഫ്ലോ നെഗറ്റീവ് ആണ്. അതുപോലെ തന്നെ പ്രൊമോട്ടേഴ്സ് 55.85% സ്റ്റേക്ക് ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും അവർ 41% അവർ സ്റ്റേക്ക് പ്ലഡ് ചെയ്തിട്ടുണ്ട്. ഈ രണ്ടും അവർ നല്ലത് ഉപയോഗിക്കുകയാണെങ്കിൽ പ്രശ്നമില്ല. അവർ പ്ലഡ് ചെയ്ത് എറേസ് ചെയ്യുന്ന ഫണ്ടും ക്യാഷ് ഫ്ലോ നെഗറ്റീവ് ആകാൻ കാരണം ചിലപ്പം പുതിയ ബിസിനസ് കാണുന്നതുകൊണ്ടായിരിക്കാം. അങ്ങനെയാണെങ്കിൽ നെഗറ്റീവ്സ് ഒന്നുമില്ല. ബാക്കി എല്ലാ പാരാമീറ്റേഴ്സിലും നല്ലൊരു കമ്പനിയാണ്. സോ നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാം. സോ ഈ സ്വിംഗ് ബേസിനെ പറഞ്ഞ റിഫ്ലക്സ് മാതിരി കമ്പനീസിന്, അതായത് ഫണ്ടമെന്റ്സിലെ കമ്പനീസിന് ബ്രേക്ക്ഔട്ട് വരുമ്പം ഫണ്ടമെന്റ്സിലെ കമ്പനീസ് ബ്രേക്ക്ഔട്ട് കണ്ടാൽ മാത്രം 1-2 വീഡിയോ ആണ് മെമ്പേഴ്സിന് കൊടുക്കാറ്. അത് സ്വിംഗ് ആണ്, ലോങ് ടേമിലേക്കുള്ള സ്റ്റോക്കല്ല. പക്ഷേ താണാലും തിരിച്ച് കയറാൻ കപ്പാസിറ്റി നിങ്ങൾ ക്യാപിറ്റൽ നഷ്ടപ്പെടാത്ത സ്റ്റോക്കാണ് അതിൽ പറയൽ. താല്പര്യമുള്ള ആൾക്കാർക്ക് എൻ്റെ വീഡിയോൻ്റെ താഴെയുള്ള ജോയിൻ ലിങ്കിൽ പോയിട്ട് എമറാൾഡ് മെമ്പർഷിപ്പിൽ ജോയിൻ ചെയ്യാം. ഓക്കെ, സോ റിഫ്ലക്സ് ഇൻഡസ്ട്രീസ് ഓൾ ടുഗദർ അവരെ ബിസിനസ്, നിലവിലുള്ള ബിസിനസ് നല്ലതാണ്, ഡൈവേഴ്സ് ബിസിനസ് നല്ലതാണ്. സോ ആസ് യൂഷ്വൽ ഞാനൊരു സെബി രജിസ്റ്റേർഡ് അനലിസ്റ്റ് അല്ല. സ്വന്തം പഠിച്ച് മനസ്സിലായിട്ട് മാത്രം സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുക. ആരും ബ്ലെയിം ചെയ്തിട്ട് കാര്യമില്ല. എത്ര നന്നായി പഠിച്ച് പറഞ്ഞാലും ചില സമയത്ത് ഒരു 10 സ്റ്റോക്ക് പറഞ്ഞാൽ 2 സ്റ്റോക്ക് തെറ്റാൻ സാധ്യതയുണ്ട്. ഈവൻ LICക്ക് വരെ രാജേഷ് എക്സ്പോർട്ടിൽ തരികിടെ കാണിച്ച് മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ എങ്ങനെ പറയാം? ആരും നിങ്ങൾ പൈസ പോകാൻ വേണ്ടി ഒരു യൂട്യൂബറും നിങ്ങളെ കുഴി ചാടിക്കില്ല, പക്ഷെ പെട്ടുപോകും. ചില സമയത്ത് നല്ല കമ്പനി ആയിരിക്കും, നെക്സ്റ്റ് 3 ക്വാർട്ടേഴ്സിൻ്റെ ഉള്ളിൽ അതിന് വർക്കിംഗ് ഡേയ്സ് കൂടിക്കഴിഞ്ഞാൽ പോയി, അല്ലെങ്കിൽ ഡെപ്റ്റേഴ്സ് ഡേയ്സ് കയറി കഴിഞ്ഞാൽ പോയി. ഇപ്പോൾ വിഷ്ണു പ്രകാശിനെ സംഭവിച്ചതാണ്. ഡെപ്റ്റേഴ്സ് ഡേയ്സ് കൂടി അവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന എന്ത് ചെയ്യാൻ പറ്റും? അപ്പം അങ്ങനെ പലതും സംഭവിക്കും. സ്റ്റോക്ക് മാർക്കറ്റിൽ റിസ്ക്കും ഉണ്ട്. സോ കൺസിഡർ ചെയ്യുക. ഓൺലൈൻ ഡൈവേഴ്സിഫൈ ചെയ്തപ്പോഴും സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുക. എല്ലാ പൈസ എടുത്ത് ഒരു പെർട്ടിക്കുലർ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പാടില്ല. ഓക്കെ, so that's all in this video. So as usual, I'm not a SEBI registered analyst. സ്വന്തം പഠിച്ച് മനസ്സിലായിട്ട് മാത്രം സ്റ്റോക്ക് ഇൻവെസ്റ്റ് ചെയ്യുക. പുതുതായിട്ട് ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. എൻ്റെ വീഡിയോസ് ഫ്രണ്ട്സിന് അയച്ചു കൊടുക്കുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ ഞാൻ ഒരു പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റ് ചെയ്യുന്നുണ്ട്. താല്പര്യമുള്ള ആൾക്കാർക്ക് ഞാൻ ഇതിന് വീഡിയോനിടയിൽ ഒരു ഫോൺ നമ്പർ കൊടുക്കും, അതിൽ ബന്ധപ്പെടാം. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ ഇൻ ദിസ് വീഡിയോ. താങ്ക് യു വെരി മച്ച്.